നാലാം ദിവസവും വൻ ജനപങ്കാളിത്തത്തോടുകൂടി മുന്നേറുകയാണ്. പ്രധാന വേദിയായിട്ടുള്ള MP നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മേള ഉദ്ഘാടനം ചെയ്ത് ഇതുവരെ വിവിധ മത്സരങ്ങൾ നടക്കുന്ന 25 വേദികളിലും മികച്ച പങ്കാളിത്തമാണ് കാണുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്രം 15,000 പേർ പങ്കെടുത്തിട്ടുണ്ട്. തദ്ദേശീയ കലകളുടെ മത്സരം നടക്കുന്ന കബിനി എന്ന് പേരിട്ട നിശാഗന്ധിയിൽ നിരവധി ആസ്വാദകരാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നാടക മത്സരം നടക്കുന്ന ടാഗോർ തിയേറ്ററിലും വലിയ ആൾക്കൂട്ടം വലിയ വെല്ലുവിളിയായാണ് വന്നിട്ടുണ്ട്. സമയത്ത് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒൻപതരയ്ക്ക് തുടങ്ങുവാൻ നിശ്ചയിച്ചിട്ടുള്ള മത്സരങ്ങൾ 9:30-ക്കും 10 മണിക്കും ഇടയിൽ തുടങ്ങാനായത് തുല്യമാണെന്ന് കാണുകയാണ്. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ 10 ലക്ഷത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന മേളയാണ് സംസ്ഥാന സ്കൂൾ കലാമേള. വിവേചനം അനുഭവിക്കാൻ പാടില്ല. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും അനാവശ്യ ധാരാളിത്തം ഒരിടത്തുമില്ലാതിരിക്കുവാനും അധ്യാപകർ മുൻകൈ എടുക്കേണ്ടതാണ്. ഭാവി തലമുറയുടെ പ്രതിനിധികളായ കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവം മികച്ച കൂട്ടായ്മയുടെയും സാഹോദര്യത്തിൻ്റെയും മികച്ച ഉദാഹരണമായി മാറേണ്ടത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് അധ്യാപകരും കലാധ്യാപകരും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അക്ഷര വിധികർത്താക്കളെ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. തെറ്റായ രീതിയിൽ ഇടപെടുമെന്ന് മുൻകാല കലോത്സവങ്ങളുടെ അനുഭവത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇന്റലിജൻസിന്റെയും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സമാപന സമ്മേളനം വിപുലമായ രീതിയിൽ നടക്കുന്നതിനുള്ള ചെയർമാൻമാരും അധ്യാപകർ കൺവീനർമാരുമായ 19 കമ്മിറ്റികളും കലോത്സവത്തിന്റെ വിജയത്തിനു വേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയാണ്. എല്ലാ സ്റ്റേജിലും സ്റ്റേജ് മാനേജർമാർ, ചുമതലയുള്ള മറ്റ് ഉദ്യോഗസ്ഥന്മാർ, വിവിധ സബ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, വിദ്യാർത്ഥി വോളണ്ടിയർമാർ, വിവിധ സജ്ജീകരണങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ചുമതലയിലുണ്ട്. പാർക്കിംഗ് വിദ്യാർത്ഥികളെ താമസസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കലോത്സവത്തിനായി എത്തിയ മത്സരാർത്ഥികൾക്ക് നഗരത്തിലെ 27 സ്കൂളുകളിലായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് 16 സ്കൂളുകളിലും ഉള്ള കണക്കനുസരിച്ച് 32% മത്സരങ്ങൾ പൂർത്തിയായി. ആകെയുള്ള 249 മത്സരങ്ങളിൽ 80 പൂർത്തിയായത്. ഹൈസ്കൂൾ പൊതുവിഭാഗം
മത്സരങ്ങളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 34 മത്സരങ്ങളും ഹൈസ്കൂൾ അറിവ് വിഭാഗത്തിൽ 10 മത്സരങ്ങളും ഹൈസ്കൂൾ സംസ്കൃത വിഭാഗത്തിൽ 8 മത്സരങ്ങളും പൂർത്തിയായി. ഉത്തരഖണ്ഡത്തെ ഭക്ഷണ പന്തലിൽ ഇന്നുമായി 47,000-ഓളം പേരാണ് 5 നേരം കൊണ്ട് ഭക്ഷണം കഴിച്ചത്. ഇന്നലെ 1-2 സ്റ്റേജിൽ 12:30 മണി ആയി മത്സരം തീർന്നപ്പോൾ. അപ്പോൾ അവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രി 1 മണി വരെ ഭക്ഷണം ശാല തുറന്ന് പ്രവർത്തിച്ചു. ഇന്നലെ മാത്രം 31,000 പേർക്ക് ഭക്ഷണം നൽകാനായി. ഇന്നത്തെ ഉച്ചയൂണ് വരെയുള്ള കണക്കനുസരിച്ച് കലോത്സവത്തിലെത്തിയ 16,000 പേർക്ക് ഭക്ഷണം നൽകാനായി. മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലകൾ തിരിച്ചുള്ള പോയിന്റ് നില ഇപ്പോൾ പറയുന്നില്ല. കൈറ്റ് വിജയസിന്റെ ഉത്സവ ആപ്പിൽ വിശദാംശങ്ങൾ ലഭ്യമാണ്. ഇഞ്ചോടിഞ്ചോടുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തിനും തന്നെ മാധ്യമങ്ങൾ മേളയ്ക്ക് മികച്ച പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാധ്യമങ്ങളുടെ കൂടി കലാമേളയാണ്. ഇനിയുള്ള 3 ദിവസങ്ങൾ കൂടി ഈ പിന്തുണ തുടരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസമായി വിശദീകരിച്ച മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. എല്ലാ വേദികളിലും നല്ല അച്ചടക്കത്തോടുകൂടി കൃത്യതയോടുകൂടിയ പരിപാടികളെല്ലാം നടന്നു വരികയാണ്. ഒരു തരത്തിലുമുള്ള പരാതിക്ക് ഇടയാകാത്ത വിധം നമ്മുടെ വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ മേൽനോട്ടവും പ്രവർത്തനവും ആ നിലയിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഞാനത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള 3 ദിവസം ഇത് കൂടുതൽ വിജയകരമാകാൻ നഗരവാസികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ഈ മത്സരവേദികളിലേക്ക് എത്തി കുഞ്ഞുങ്ങളെ, വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത്. വേദികളിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന മത്സരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരുടെയും യോഗം ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരുന്നു. അതുപോലെ തന്നെ സബ് കമ്മിറ്റികളും അതിൻ്റെ ബന്ധപ്പെട്ട എല്ലാ കമ്മിറ്റികളും തന്നെ കൃത്യമായിട്ട് തന്നെ ഒരുക്കിയ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ തന്നെ നമുക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ ഈ മത്സരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്തതുപോലെ തന്നെ ഇനി 3 ദിവസവും കൂടി നമുക്ക് ഇത് മത്സരം തീരാനായിട്ട് ഉണ്ട്. ഈ വരുന്ന 3 ദിവസവും എന്തൊക്കെ ചെയ്യണം, ഓരോ കമ്മിറ്റിയും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചിട്ടയായിട്ടുള്ള പ്രവർത്തനം വേണം. അതുപോലെ തന്നെ ഓരോ സെൻട്രൽ കോർഡിനേറ്റർമാരുണ്ട്, ജില്ലാ കോർഡിനേറ്റർമാരുണ്ട്. അവരുടെ യോഗമെല്ലാം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ചിരുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ നമുക്ക് 8-ാം തീയതി വരെ ഈ മത്സരങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. മറ്റൊരറിയിപ്പുള്ളത്, നമ്മുടെ വേദികൾക്ക് വേണ്ടിയും അക്കോമഡേഷൻ സെൻ്ററുകൾക്ക് വേണ്ടിയും മറ്റ് കലോത്സവത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എടുത്തിട്ടുള്ള എല്ലാ വിദ്യാലയങ്ങളും 26ഓളം സ്കൂളുകൾ നമ്മൾ കലോത്സവത്തിൻ്റെ അക്കോമഡേഷന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 14ഓളം സ്കൂളുകൾ വേദിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി 3-4 സ്കൂളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ വിട്ടു തന്ന സ്കൂളുകളുണ്ട്.
അപ്പോൾ അവിടേക്ക് പിന്നീട് ആ കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി അത് ബുദ്ധിമുട്ടാകുന്നു എന്ന് കണ്ട സാഹചര്യത്തിൽ ഈ സ്കൂളുകൾക്കെല്ലാം തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവധിയായിരിക്കുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതൊരു പ്രത്യേക നിർദ്ദേശമായിട്ട് ഇന്ന് തന്നെ ഇറക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടൊരു പരിശ്രമമാണ് നടത്തുന്നത്. ഈ നാടകത്തിനൊക്കെ ഇന്ന് നേരെ കൊടുത്താണ് തീരും. കാര്യം വെച്ചാൽ 20 മിനിറ്റാണ് അവർക്ക് സ്റ്റേജ് ഷിഫ്റ്റിങ്ങിന് വേണ്ടി ഒരു ടീമിന് കൊടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ എടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനിന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തി 9 മണിക്ക് ഒരു ചാനലിൻ്റെ ചർച്ചയുണ്ടായിരുന്നു. 9:30 ഇവിടെ മനസ്സിലാരംഭിച്ചു. അങ്ങനെ പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പ്രസംഗ മത്സരത്തിന് മൈക്ക് ഉപയോഗിക്കാറില്ല. അതാണ് നിയമം. വിഷയം കുട്ടികൾക്ക് 5 മിനിറ്റ് മുമ്പാണ് കൊടുക്കുന്നത്. ഒരു കുട്ടി പ്രസംഗിക്കുമ്പോൾ മറ്റു കുട്ടികൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് സ്കൂൾ തലം മുതൽ അങ്ങനെ തന്നെയാണ് പരിശീലിപ്പിച്ചു വരുന്നത്. ഒരു മാധ്യമം മൈക്കില്ലാതെ പ്രസംഗം നടത്തി മത്സരം നടത്തിയതിന് വലിയ വാർത്താ പ്രാധാന്യത്തോട്ട് കൊടുക്കുകയും അതിനേക്കാൾ ഗുരുതരമായ കാര്യം അവർ ചെയ്തത് അവരുടെ പേര് വെച്ച ഒരു മൈക്ക് ഞങ്ങളിതാ കൊടുക്കുകയാണെന്ന് പറഞ്ഞ് കൊണ്ട് അവിടെ സ്റ്റാൻഡിൽ കൊണ്ട് വയ്ക്കുകയും ചെയ്യും. അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, വിജിലൻസിൻ്റെ ഇന്റലിജൻസിൻ്റെ DGP പറഞ്ഞതനുസരിച്ച് ഈ ഡ്രോൺ പറത്തുന്നത് അത് അനുവദിക്കാൻ പ്രയാസം. ജെറ്റിയുടെ മോളിൽ കൂടെ തന്നെ പറന്നു പോവുകയാണ് ജഡ്ജസിന്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. മറ്റൊരു കാര്യം, ലിറ്ററേച്ചർ മത്സരം ഉണ്ടല്ലോ, എഴുത്ത് പരീക്ഷ, എഴുത്ത് മത്സരം. അവിടെ ചെന്ന ശേഷം കാർട്ടൂൺ വരയ്ക്കുന്ന കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്ന സ്ഥിതിയുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ അതിസഹായത്തിൻ്റെ തെട്ടിക്ക് നമുക്ക് ഇല്ല. ഞാൻ നോക്കി, ഇന്നലെ മത്സരം തുടങ്ങുന്നതിന് 10 മണിക്കാണ് തുടങ്ങിയത്. അല്ലേ, 10 മണി കഴിഞ്ഞ് 10 മിനിറ്റായി. 8 മണിക്ക് മുമ്പേ ഒരു കൂട്ടരോട് ചോദിച്ച് ഒരു സ്ഥലത്തും ആംബുലൻസിനെയും ഡോക്ടർമാരെയും കാണുന്നില്ലല്ലോ. ഈ പങ്കെടുക്കുന്ന 14,000 കുട്ടികളുടെ രോഗികളാണെന്നുള്ള കാര്യമൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്ന കാര്യമില്ല. ചിലപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല. പിന്നെ ഈ 25 വേദികളിലും കൊണ്ട് 2-3 ആംബുലൻസിനെ കേട്ട് കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതി വേണ്ട. നമ്മൾ അതിൻ്റെ ഫുൾ സെറ്റാണ് സംവിധാനം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ഒരു കുട്ടിയെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഇല്ല. നമ്മൾ തൊട്ട് ജില്ലാ ഹോസ്പിറ്റലുണ്ട്, ഒരുപാട് ആശുപത്രി ചുറ്റുമുണ്ട്. പിന്നെ അവരുടെ എല്ലാവരുടെ സേവനവും നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഇവിടെ ആരോഗ്യ പ്രവർത്തകരുണ്ട്. ഇന്നലെയൊക്കെ വലിയ കൂട്ടമായിരുന്നു. എൻ്റെ അനുഭവത്തിൽ വലിയ കൂട്ടമായിരുന്നു. ഇനി കാണികൾ വരാൻ വേണ്ടി ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല. അതാണ് വേറെ പ്രശ്നം. അവരെ സ്വയം തോന്നി വന്നാലേ പറ്റുള്ളൂ. എന്താ നടത്തേണ്ടത്? കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ജനം രംഗത്തിറങ്ങണമെന്ന് ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ ആളുണ്ട് നല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നാടകത്തിന് അടുത്തിന് കയറാൻ പറ്റിയില്ല.
ടാഗോറിലെ വിമൻസ് ഫോറം നല്ല കൂട്ടമായിരുന്നു. നമ്മുടെ പിന്നെ പരമ്പരാഗത നൃത്ത സ്ഥലത്ത് ഞാൻ പോയിരുന്നു. ആ കുട്ടികളുമായിട്ട് ഒക്കെ ഇന്ന് ഫോട്ടോ എടുത്തു. അവിടെ നല്ല ജനക്കൂട്ടമായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ ജനക്കൂട്ടം കുറവുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ടേസ്റ്റ് ഓരോ ഇനത്തിലുള്ള ടേസ്റ്റുള്ള സ്ഥലത്തിൽ ആളുകൾ പോകുന്നു. നിങ്ങൾക്ക് നാടകത്തിനായിരിക്കും ടേസ്റ്റ്. നിങ്ങൾക്ക് കോട്ടയത്ത് പിന്നെ നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് തീരുമാനം എടുപ്പിച്ച് ഡാൻസ് തൊട്ട് ഇതാണ്. കാരണം പരമാവധി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ തിരുവനന്തപുരത്ത് ഓണാഘോഷം, ഡാൻസ് ഫെസ്റ്റിവൽ, പിന്നെ ഫിലിം ഫെസ്റ്റിവൽ, പുഷ്പോത്സവം. ഇപ്പോൾ പുഷ്പോത്സവം കഴിഞ്ഞേ ഉണ്ട്. കാരണം ആളുകൾ കണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ നമ്മൾ ഉദ്ഘാടനം തുടങ്ങി രാത്രി ഒരു മണി വരെ ഏതാണ്ട് ഒരേ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ്. ഞാനത് പരിശോധിക്കാം. നിങ്ങൾ അവർ ട്രേഡ് യൂണിയൻ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ചെയ്തതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ട്രേഡ് യൂണിയൻ ലീഡേഴ്സിൻ്റെ യോഗം ചേർന്നിട്ട് ഇക്കാര്യം അവരോട് പറഞ്ഞു. അവർ സൗജന്യമായിട്ട് ചില ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട്. ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കൃത്യമായിട്ട് നമ്പർ നോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം നോക്കാതെ കർശന നടപടി ചെയ്തു. എന്താ പലയിടത്തും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് സ്റ്റെപ്സും എടുത്തു. അത് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം 2 ദിവസം കഴിയുമ്പോൾ ഒരു അപശബ്ദം ഉണ്ടായില്ല. അത് അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് കാണുന്നത്. അങ്ങനെ കരുതുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം അതാണല്ലോ. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി തീരുന്നവിടെ നമുക്കാർക്കെങ്കിലും നിങ്ങളും വളരെ ടെൻഷനിലാണ്, ഞാനും ടെൻഷനിലാണ്, ഞങ്ങൾ എല്ലാവരും ടെൻഷനിലാണ്. നമുക്ക് ഒരു പ്രശ്നമില്ലാതെ തീരണം. ഏത് ചെറിയ പ്രശ്നം ഉണ്ടായാലും അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എല്ലാവരും ഇടപെടും. പ്രൈസ് മണി ഇപ്പോൾ 1000 രൂപയാണുള്ളത്. അടുത്ത വർഷം മുതൽ നമ്മൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1500 രൂപ ആക്കുന്നത് സംബന്ധിച്ചിടത്തോളം കാര്യം ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ചിലപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി അവസാന ദിവസം 8-ാം തീയതി വരുമ്പോൾ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളെല്ലാം കൂടെ ഒന്ന് സഹായിക്കും. മഴ പെയ്ത് ഇന്നലെ മഴ പെയ്ത് ഭയങ്കര ചെളിയായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പിന്നെ ഓരോ മാധ്യമത്തിനും ഉള്ള 5-10 വണ്ടികൾ വന്ന് അങ്ങനെ അരച്ച് കുഴച്ചെടുത്ത് പിന്നെ ഞാൻ ഇവിടെ രാവിലെ വന്ന് ചല്ലി കൊണ്ടിട്ട് പിന്നെ വെയിൽ കൂടെ വന്നപ്പോൾ ഏതാണ്ട് ശരിയായി വന്ന്. പിന്നെ മഴ പെയ്ത് ചൂട് കൂടാൻ പറ്റി പൊടി അങ്ങനെ നിന്നു. കാരണം മഴ ചൂട് കുറഞ്ഞ് കുറച്ച് മഴ പെയ്തുകൊണ്ട് നമ്മൾ ചെളിയാകും നമ്മൾ പെയ്യില്ല. പിന്നെ ആ ഒരു ഉത്സവത്തല്ലേ ഇവിടെ ഈ നമ്മുടെ ഈ തലസ്ഥാനത്തിലെ ആൾക്കാർ ഈ കുട്ടികളുടെ കലാപരിപാടി കാണുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണല്ലോ എല്ലാ മാധ്യമത്തിൻ്റെയും ഫ്രണ്ട് കിടക്കുന്ന ആഘോഷങ്ങൾ. ഭയങ്കര ആഘോഷങ്ങളില്ലേ അവർ നമ്മളെല്ലാം റാഞ്ചിക്കൊണ്ട് പോവുക, മന്ത്രി, സെക്രട്ടറിയും DG ഒക്കെ. അതുകൊണ്ട് ഞാനെല്ലാം വളരെ കുറച്ചിവിടെ വരുന്നുള്ളൂ. എന്തായാലും മാധ്യമങ്ങളും ഈ അവരുടെ കൂടെ ഉത്സവമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഈ പ്രസംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഞാൻ മാധ്യമത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. എന്താ അതെ, അതൊക്കെ അവർക്ക് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പോലുള്ള ഒരുപാട് വ്യതിയാനമല്ലേ അതിലൂടെ വന്നിരിക്കുന്നു. എന്നാ പിന്നെ അവസാനിപ്പിക്കും, നിങ്ങൾ പോട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
കുട്ടികൾ